നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. വാവ് വാവ് മഴ മാറി 11 ഓവറായിട്ട് കളി ആരംഭിക്കുമ്പോൾ സിക്സർ മഴ കൊണ്ട് മുംബൈ ഇന്ത്യൻസിനെ മുക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. 11 ഓവർ 11 സിക്സറുകൾ. അതിൽ 9 സിക്സറുകൾ അടിച്ചു കൂട്ടിയത് യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നാണ്. ജയ്സ്വാളിൻ്റെ വക 4 സിക്സറുകൾ, സൂര്യവംശിയുടെ വക 5 സിക്സറുകൾ, പിന്നെ റിയാൻ പരാഗ് 2 സിക്സർ കൂടി അടിച്ചു. ശരിക്കും വലിച്ചു കീറി മുംബൈ ഇന്ത്യൻസിനെ. 11 ഓവറായിട്ട് വെട്ടിച്ചുരുക്കപ്പെട്ട മത്സരം, 11 ഓവർ ഈച്ച്. അതിൽ 11 ഓവറിൽ രാജസ്ഥാൻ റോയൽസ് അടിച്ചു കൂട്ടിയത് 3 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസാണ്. മറുപടി ബാറ്റിങ്ങിൽ 11 ഓവറിൽ 9 വിക്കറ്റിന് 123 റൺസ് എടുക്കാനേ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞുള്ളൂ. അതായത് 27 റൺസിൻ്റെ മികച്ച വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ജയ്സ്വാളും സൂര്യവംശിയും ചേർന്നുകൊണ്ടുള്ള വെടിക്കെട്ട് തുടക്കമാണ് നമ്മൾ കണ്ടത്. ജസ്പ്രീത് ബുംറ വേഴ്സസ് സൂര്യവംശി എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലിൽ പറഞ്ഞിരുന്നല്ലോ. യെസ്, കളിയാക്കണ്ട, സൂര്യവംശി അമ്മാതിരി അടിയല്ലേ അടിച്ചത്. ബുംറയുടെ ആദ്യ പന്ത് നേരിട്ട് സൂര്യവംശി നേരിടുന്ന ആദ്യ പന്ത് സിക്സറിലേക്ക് അങ്ങ് പറത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിർഭയനായിട്ട് പയ്യൻ ആഞ്ഞടിച്ചപ്പോൾ 5 സിക്സറും ഒരു 4 അടക്കം 14 പന്തിൽ നിന്ന് അവൻ അടിച്ചു കൂട്ടിയത് 39 റൺസ്. ഷാർദുൽ താക്കൂറിന് സിക്സർ അടിച്ചു. വീണ്ടും അടിക്കാനുള്ള ശ്രമത്തിൽ തിലക് വർമ്മ ബൗണ്ടറി ലൈനിൽ ചാടി ഉയർന്ന് ക്യാച്ച് എടുത്താണ് അവനെ മടക്കിയത്. 278.57 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അവൻ്റെ താണ്ഡവം. ധ്രുവ് ജുറൽ 2 റൺസുമായിട്ട് മടങ്ങിപ്പോയി. റിയാൻ പരാഗ് 10 പന്തിൽ നിന്ന് ഒരു 4ഉം 2 സിക്സും അടക്കം 20 റൺസ് അടിച്ചു. യശസ്വി ജയ്സ്വാൾ എന്നാൽ മറുഭാഗത്ത് 32 പന്തിൽ നിന്ന് 10 4ഉം 4 സിക്സറും അടക്കം 77 റൺസ്, 240.63 സ്ട്രൈക്ക് റേറ്റിൽ 77 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നു. ഹെറ്റ്മയർ 7 പന്തിൽ നിന്ന് 6 റൺസാണ് അടിച്ചത്. ഏതായാലും പൊളിച്ചടുക്കി അവർ 150 റൺസ് അടിച്ചപ്പോൾ മികച്ച തുടക്കം കിട്ടിയെങ്കിലും മാത്രമേ മുംബൈക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു സാധ്യതയും തുടക്കം മുതൽ അവർക്കുണ്ടായിരുന്നില്ല. ആദ്യ ഓവറിൽ തന്നെ റിക്കിൾട്ടൺ മടങ്ങി 4 പന്തിൽ നിന്ന് ഒരു സിക്സ് അടക്കം 8 റൺസാണ് അദ്ദേഹം അടിച്ചത്. രോഹിത് ശർമ്മ LBWയിൽ കുരുങ്ങുന്നു. സന്ദീപ് ശർമ്മയുടെ പന്തിൽ 6 പന്തിൽ നിന്ന് 5 റൺസാണ് അദ്ദേഹം അടിച്ചത്. സൂര്യകുമാർ യാദവ് നാന്ദ്രെ ബർഗറുടെ പന്തിൽ ജോഫ്രെ ആർച്ചർ പിടിച്ച് പുറത്താകുമ്പോൾ 3 പന്തിൽ നിന്ന് ഒരു സിക്സർ അടക്കം 6 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. തിലക് വർമ്മ 10 പന്തിൽ നിന്ന് 14, ഹാർദിക് പാണ്ഡ്യ 6 പന്തിൽ നിന്ന് 9. അങ്ങനെ തകർന്നു പോയി മുംബൈ ഇന്ത്യൻസ്. പിന്നെ നമാൻദിർ 13 പന്തിൽ നിന്ന് 3 4ഉം ഒരു സിക്സും അടക്കം 25 റൺസ് അടിച്ചു. ഷർഫൈൻ റുദർഫോർഡും അതുപോലെ ഒരു അഞ്ഞടി അടിച്ചു. 8 പന്തിൽ 2 4ഉം 2 സിക്സും അടക്കം 28 റൺസ്. തീർന്നു മുംബൈ ഇന്ത്യൻസ്. ഷാർദുൽ താക്കൂർ 8, ദീപക് ചാഹർ 6, ട്രെന്റ് ബോൾട്ട് 1, ബുംറ 5 റൺസുമായിട്ട് ഒടുവിൽ പുറത്താകാതെ നിന്നു. അതേസമയം നാന്ദ്രെ ബർഗറും സന്ദീപ് ശർമ്മയും രവി ബിഷ്ണോയും 2 വീതം വിക്കറ്റുകളാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി എടുത്തത്. തുഷാർ ദേശ്പാണ്ഡെയും ജോഫ്രെ ആർച്ചറും ഓരോ വിക്കറ്റുകളും എടുത്തു. ഏതായാലും വമ്പൻ വിജയം, 27 റൺസിന് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസ് IPLന്റെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. 3 കളികളിൽ നിന്ന് 3ഉം വിജയിച്ച് 6 പോയിന്റോടെ അവർ 1-ാമതാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് 7-ാം സ്ഥാനത്തേക്ക് വീടിരിക്കുന്നു. 3 കളികളിൽ നിന്ന് 2 പോയിന്റ് മുംബൈ ഇന്ത്യൻസിലുള്ള. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.